أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ നബിയില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത് അതിൻ്റെ 19, 20, 21 വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ഇന്ന് ചർച്ച ചെയ്യാം എന്നാഗ്രഹിക്കുന്നു. നേരത്തെയുള്ള പാഠഭാഗത്ത് പരീക്ഷണത്തിൻ്റെ ചുടുകനലിൽ നിന്ന് പ്രവാചകന്മാർ പോലും മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അള്ളാഹു ആദ്യം പരാമർശിച്ചത്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹം ജനങ്ങളോട് നിരന്തരമായി പറഞ്ഞ കാര്യത്തെ സംഗ്രഹിച്ചുകൊണ്ടും ഒരൽപ്പം വിശദീകരിച്ചുകൊണ്ടും പറഞ്ഞു തുടങ്ങിയത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇനി ഇവിടെ അതിൻ്റെ തുടർച്ചയെന്നോണം ചില ഉപദേശങ്ങളാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വചനം 19 വരുമ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രധാന ഉദ്ദേശം അത് ഇഹലോകത്ത് ജീവിതത്തെ ആസ്വദിച്ച് അവരങ്ങ് തിരിച്ചു പോവുക എന്നതല്ല, മറിച്ച് പരലോകത്തേക്ക് കടന്നു വരേണ്ടവരാണ് എന്നുള്ളതാണ്. കേവലം ഒരു യാത്രയിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നവരാണവർ. ഒരു ഘട്ടത്തിൽ ആലമു ദുന്യയിലും എത്തിയിരിക്കുന്നു. ഇനി അവിടെ നിന്ന് ആലമുൽ ആഖിറത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അഖില പ്രവാചകന്മാരും അവരുടെ അനുയായികളോട് പ്രധാനമായും രണ്ടാമതായി പ്രബോധനം ചെയ്ത വിഷയം അത് മരണാനന്തര ജീവിതമാണ്. മനുഷ്യൻ മരണത്തോടെ ജീവിതം അവസാനിക്കുന്നവനല്ലെന്നും മറിച്ച് ഒരു നിശ്ചിത വേളയിൽ പുനരുദ്ധാരണത്തോടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവനാണെന്നും ഒരു യാഥാർത്ഥ്യം. ഈ ഒരു കാര്യത്തെ ഏതൊരു ജനതയെയും ഓർമ്മപ്പെടുത്താൻ, ഉണർത്താൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ജനതയോട് ഈ കാര്യം ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അംഗീകരിക്കുന്നതിന് പകരം ആ പ്രവാചകന്മാരെ പുച്ഛിച്ചു തള്ളുകയാണ്, അവർ പരിഹസിക്കുകയാണ്, ഈ പരലോക ജീവിതത്തെ നിഷേധിക്കുകയാണ് അവരതിലൂടെ ചെയ്തത് എന്നാണ്. എല്ലാ നിലക്കും നമ്മളൊരു പിച്ച് ചീന്തപ്പെട്ടാൽ പിന്നീടും ലഫി ഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിയായി കൊണ്ടുവരുമെന്നാണോ ഈ പ്രവാചകന്മാർ പറയുന്നത്? നല്ല തമാശ. ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ അവർ പൊതുവെ എല്ലാ ജനങ്ങളും അവരുടെ പ്രവാചകന്മാരോടായി ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. എല്ലുകളൊക്കെ നുരുമ്പി പോയതിനു ശേഷം ആരാണ് അവരെ പിന്നെയും പുനർജീവിപ്പിക്കുന്നത്? ഇതൊക്കെയായിരുന്നു അവരുടെ ചോദ്യം ഉണ്ടായിരുന്നത് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് ഈ കാര്യം പറഞ്ഞപ്പോഴേ അവരും നിഷേധിച്ചവരായി എന്നാണ്. അങ്ങനെ നിഷേധിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്കൊന്ന് നോക്കൂ. അവലം യറൗ കൈഫ യുബ്ദിഉല്ലാഹുൽ ഖൽഖ, എങ്ങനെയാണ് അല്ലാഹു എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്? ഒന്നുമില്ലാത്തിടത്തുനിന്ന് ആദ്യമായി അവയെ സൃഷ്ടിച്ചവനാണ് അവൻ. മാത്രമല്ല, ഉണ്ടായി നശിച്ചു പോയതിൽ നിന്ന് പിന്നീട് വിത്ത് മുളച്ച് അതിനേക്കാൾ ഗംഭീരമായി രണ്ടാമതും ആവർത്തിച്ച് സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ആ സൃഷ്ടിപ്പ് ആവർത്തിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. ആ റബ്ബിന് നിങ്ങളെ ആദ്യം ജന്മം നൽകി പിന്നെ മരണപ്പെടുത്തിയതിനു ശേഷം പുനഃസൃഷ്ടിക്കാനാണോ പ്രയാസം? പുനഃസൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആ നിലക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഇബ്രാഹിം നബി അവരെ അലൈഹി സ്വലാത്തു വസ്സലാം ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകൾ? അത് ആവർത്തിക്കുന്നത്, ആ ഭൂമിയിൽ തന്നെ ആവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരലോകത്ത് വെച്ചുള്ള പുനർജന്മം നൽകാൻ അള്ളാഹു അവൻ എത്രയോ നിസ്സാരനാണ് എന്ന് അല്ലാഹു യസീർ, അത് അള്ളാഹുവിന്റെ കാര്യത്തില് എത്ര നിസ്സാരമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 17-ാം അധ്യായത്തില് അതിന്റെ സൂറത്ത് ഇസ്രാ 49-50 വചനങ്ങളിലേക്ക് വരുമ്പോഴേ അള്ളാഹു ഇത്തരക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. പാലോ അവർ ചോദിക്കാണ്, ഇതാ കുന്ന ഇളോമ, ഞങ്ങളിങ്ങനെ എല്ലുകളായി പോയതിനു ശേഷം വറുഫാത്ത, ഞങ്ങൾ ജീർണാവശിഷ്ടങ്ങളായി മാറിയതിനു ശേഷം
ലമബ്ഊസൂന ഖൽഖൻ ജദീദ, പിന്നെയും പുതിയൊരു മനുഷ്യരായി സൃഷ്ടികളായി ഞങ്ങൾ വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവരോട് മറുപടി പറയാൻ അല്ലാഹു പറഞ്ഞത് കൂനു ഹിജാറത്തൻ ഔ ഹദീദ, നിങ്ങൾ കല്ലോ ഇരുമ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആയിക്കൊള്ളുക എന്നാണ്. അങ്ങനെ ആയാലും അതിൽ നിന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും എന്നുള്ളതാണ്. അതാണ് 19-ാമത്തെ വചനം. 20-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നേരത്തെയുള്ള വചനത്തിൽ അള്ളാഹു ആവർത്തിച്ചുണ്ടാക്കുന്ന ഒരു സൃഷ്ടി, കാരണം അങ്ങനെയാണല്ലോ പറഞ്ഞത്, യബ്ദഉ എന്നുള്ളൊരു പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അതായത് ആവർത്തിച്ചുണ്ടാകുക എന്നുള്ളൊരു ആശയമാണ് യബ്ദഉ എന്നുള്ളതോടെ പ്രയോഗിക്കുമ്പോൾ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ 20-ാമത്തെ വചനത്തിൽ ആ ആവർത്തിച്ചുണ്ടാകുന്ന അള്ളാഹിന്റെ സൃഷ്ടിപ്പുകൾ ഭൂമിയിൽ വെച്ച് തന്നെ കാണാൻ കഴിയുന്നതിനെ സൂചിപ്പിക്കാനാണ് അവിടെ ആ നിലക്ക് യുബ്ദിഉ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 20-ാമത്തെ വചനത്തിൽ വരുമ്പോൾ ലോകം ചുറ്റി സഞ്ചരിക്കാനും അള്ളാഹു സൃഷ്ടിച്ച് പിന്നീട് നാമാവശേഷമാക്കി കളഞ്ഞ സൃഷ്ടിപ്പുകളെ പറ്റി കാണാനും ആലോചിച്ച് മനസ്സിലാക്കാനും വേണ്ടി ഭൂമിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയും ചുറ്റിക്കറങ്ങുകയും എന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി കാണാൻ ഒരുക്കമാണെങ്കിൽ മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നൊരു ഗ്രാമം, ഒരു പട്ടണം, ഒരു നാഗരികത, ഒരു സംസ്കാരം, ഒരു ഗോത്രം, ഒരു കുടുംബം, ഒരു ജനത എല്ലാം രൂപപ്പെട്ട് വന്നിട്ടുള്ളത് അങ്ങനെയാണ്. നന്നായി ജീവിക്കാൻ കഴിയുന്നിടത്താണ്, പ്രതീക്ഷകളുടെത്താണ്, സൗകര്യങ്ങളുള്ളിടത്താണ് അവരൊക്കെ താമസം ഉറപ്പിച്ചിട്ടുള്ളത്. ഇന്നിതാ അവർ അവിടങ്ങളിൽ നിന്ന് ജീവിച്ചു പോലുമില്ലാത്ത തരത്തിൽ എല്ലാം വിട്ടുപേക്ഷിച്ചു പോയവർ മടങ്ങിയിരിക്കുന്നു അള്ളാഹു, അല്ലെങ്കിൽ അവരെ നാമാവശേഷമാക്കിയിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ, നിങ്ങൾ ചുറ്റിക്കറങ്ങിയതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതെല്ലാം വെറുതെ അങ്ങ് സംഭവിച്ചതാണ്. ഇനി ഇവിടെ ജീവിതം ഉറപ്പിക്കാം എന്ന് വിചാരിച്ച ആളുകൾ അവിടെ നിന്ന് നാമാവശേഷമാക്കിയത് ആരാണ്? അവരെ അവിടെ നിന്ന് പൊക്കിക്കളഞ്ഞത്. ശിക്ഷകൾ വന്നപ്പോഴും അവരുടെ അത്യാഡംബര സൗകര്യങ്ങളെ കൊണ്ടോ കായിക ബലം കൊണ്ടോ ആ മരണത്തെ, ആ ശിക്ഷയെ, അള്ളാഹുവിൻ്റെ ആ ഒരു മടക്കത്തെ ആ നിലക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് എന്തേ കഴിയാതെ വന്നത്? ഇങ്ങനെയെല്ലാം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയ അവന് അനിവാര്യമായ മടക്കത്തിലേക്ക് യാത്ര പോയവരാണ് അവർ എന്നുള്ള, ഇഷ്ടമില്ലെങ്കിൽ പോലും അവർ ആ മരണത്തെ കണ്ടുമുട്ടിയവരാണ് എന്നുള്ള ഒരു ഹക്കിന്, ഒരു സംഗതിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിയുന്ന മറ്റൊരു ബോധ്യം, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരുടെ കരങ്ങളാണോ അവൻ തീർച്ചയായും അവസാനത്തെ ഒരു വളർത്തൽ, ഒരു ഉത്ഭവിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. പുനർജന്മം നൽകി മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് തീർച്ചയാണ്. അതുകൊണ്ടാണ് അവസാനത്തെ ഒരു ഉത്ഭവിപ്പിക്കൽ അള്ളാഹു ഉത്ഭവിപ്പിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അതാണ് ആ വചനഭാഗം കൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഇവിടെ നിഷ്അത്തുൽ ആഖിറ, അവസാനത്തെ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് 2 നിലക്കാന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ആഖിറത്തിന് വേണ്ടിയിട്ട് മനുഷ്യരെ ഉത്ഭവിപ്പിക്കുക, അതായത് പുനരുദ്ധാരണത്തിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ആ പുനരുദ്ധാരണത്തിന് ശേഷം ഇനിയൊരു മരണമോ ഇനിയൊരു ജീവിതമോ ഇല്ലല്ലോ, അതില്ലാത്തതിനാൽ ഈ പുനരുദ്ധാരണത്തെ, ബർസഖിൽ നിന്നുള്ള ആ ഖിയാമത്ത് നാളിൽ നിന്നുള്ള ആ പുനരുദ്ധാരണത്തെ അവസാനത്തെ ഒരു പുനർജീവിപ്പിക്കൽ എന്ന രീതിയിൽ അള്ളാഹു വിശേഷിപ്പിച്ചതാണ്. സുമ്മ ലാ യമൂതു ഫിഹാ വലാ യഹ്യ, പിന്നീട് അവിടെ ഒരു ഇനി മരണവും ജീവിതവും ഇല്ല എന്നുള്ളതാണോ എന്നാണല്ലോ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് അവസാനത്തെ ഒരു പുനർജീവിപ്പിക്കൽ എന്നൊരു ആശയം കൊടുത്തതാണ് എന്നുള്ളതാണ്. ഇനി അള്ളാഹു അവിടെ വചനം അവസാനിപ്പിക്കുന്നത് അവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഏറ്റവും അനുയോജ്യമായ വാക്കുകളാൽ ആയത്തിനെ അവസാനിപ്പിക്കുന്നു. ആദ്യത്തെ സൃഷ്ടിപ്പ് അത് അള്ളാഹുവിന് കഴിവുള്ളവനാണെന്ന്, പിന്നീടുള്ള മടക്കി കൊണ്ടുപോകല് അത് അള്ളാഹുവിന് കഴിവുള്ളവനാണ്. അവിടെ തന്നെ ഭൂമിയിൽ തന്നെ ചില സസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവന്റെ സൃഷ്ടികളെ വീണ്ടും അവൻ ആവർത്തിച്ച് സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിന് കഴിവുള്ളവനാണ്. ഇങ്ങനെയൊക്കെ കഴിവുള്ളവന് പിന്നീട് പുനരുദ്ധാരണം പരലോകത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുകയില്ല എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അങ്ങനെ വേണ്ടട്ടോ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു വചനം കൂടെ, 21-ാമത്തെ വചനം. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കരുണയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ശിക്ഷയും നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ വചനത്തെയൊക്കെ വായിക്കുന്നിടത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നിടത്ത് ചില അബദ്ധധാരണകളൊക്കെ വന്നിട്ടുണ്ടാവാമെന്നുള്ളതാണ്. നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു ഇഷ്ടമുള്ളവരെ ശിക്ഷിക്കും, കാരുണ്യം കാണിക്കും എന്നൊക്കെ പറഞ്ഞത് അള്ളാഹിന് തോന്നിയവരെ അള്ളാഹിന് ശിക്ഷിക്കും, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകളെ തോന്നിയവരെ പിടിച്ചാൽ അള്ളാഹ് കാരുണ്യത്തിന് വിധേയമാക്കും. ഇങ്ങനെയൊക്കെയാണെന്നാണ് ചില ആൾക്കാരെ ഒരു ധാരണ. ഇത് യഥാർത്ഥത്തിൽ ഒരു അബദ്ധ ധാരണയാണ്.
ഇതൊരു അബദ്ധധാരണയാണ്. എന്നാൽ ഇത് നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞ ചരിത്രങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുക. അവിടെ പ്രധാനമായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബിയുടെയൊക്കെ ചരിത്രങ്ങൾ അയവിറക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജനത ആ പ്രവാചകന്മാരുടെ കാര്യത്തിലും ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരുടെ കാര്യത്തിലൊക്കെ ഒരു ധാരണ വെച്ചവരായിരുന്നു. എന്തായിരുന്നു? ഈ പ്രവാചകന്മാർ നശിക്കണമെന്നും അവര് ശിക്ഷിക്കപ്പെടണമെന്നും അവര് നഷ്ടക്കാരും കൊള്ളരുതാത്തവരുമായി ഇവിടെ നിന്ന് അവരുടെ ജനതയിൽ നിന്ന് അവർക്ക് മുമ്പിൽ വെച്ച് നാമാവശേഷമായി തീരണമെന്നൊക്കെ ഈ ആളുകൾ വിചാരിച്ചിരുന്നു. അങ്ങനെ ആഗ്രഹം വെച്ച് കഴിഞ്ഞുകൂടിയവരും അതിനുവേണ്ടി സകല തന്ത്രങ്ങളും സകല മെനക്കെടലുകളും നടത്തിയവരുമായിരുന്നു അവര്. എന്നാൽ അള്ളാഹു ആകട്ടെ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഉദ്ദേശമായിരുന്നത്. ആ കൗമിന്റെ സത്യനിഷേധികളുടെ, അവരിലെ പ്രമാണിമാരുടെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നെങ്കിൽ അള്ളാഹു തിരിച്ചുദ്ദേശിച്ചവനാണ്. അള്ളാഹിന്റെ ഉദ്ദേശം എന്താ? യുഅദ്ദിബു മയ്യശാ വയർഹമു മയ്യശാ. അവൻ ആരെയാണോ അവിടെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചത് അവരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ആരെയാണോ അവൻ അവിടെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു പ്രവാചകന്മാരെയും അവരിൽ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്താൻ, കാരുണ്യം കാണിക്കാൻ ഉദ്ദേശിച്ചു. അവർ രക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ ആരാണോ സത്യനിഷേധത്തിന്റെ മർക്കടമുഷ്ടിയുമായി തൻ്റെ ജീവിതത്തെ ആ പ്രവാചകന്മാർക്കെതിരേക്ക് നയിച്ചത് അവരെ അള്ളാഹു ശിക്ഷിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. അവർ തന്നെയാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ് സത്യനിഷേധികളുടെ, പ്രമാണിമാരുടെ, ആയത്തിനെതിരെ പ്രതികരിച്ചവരുടെ, അതിനെ തള്ളിയവരുടെ ഉദ്ദേശമല്ല. അവരുദ്ദേശിച്ചിരുന്നു അള്ളാഹിന്റെ ദീനിന്റെ കാര്യത്തില്, അള്ളാഹിന്റെ വേദങ്ങളുടെ കാര്യത്തില്, അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാരുടെ കാര്യത്തില്, ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരുടെ കാര്യത്തില് ആ നിഷേധികൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല നടന്നത്. അള്ളാഹ് ഉദ്ദേശിച്ച കാര്യങ്ങളാണ് അവിടെ നടന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. മറ്റൊരു ചിന്ത ഉള്ളത്, അള്ളാഹു അവന് തോന്നിയവരെ ഒന്നും നോക്കാതെ ഒരു കാരണം ഒരു മാനദണ്ഡം അല്ലാതെ ശിക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ചിലരൊക്കെ അള്ളാഹ് കാരുണ്യം കാണിക്കുന്നു, ഇങ്ങനെ ഒരു ഉപാധിയില്ലാതെ എന്നുള്ള ആ ചിന്തയല്ല. മറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതിനപ്പുറം അള്ളാഹു ശിക്ഷ കൊണ്ട് ഉദ്ദേശിച്ചവർ ആരാണെന്നും അവന്റെ കാരുണ്യം കൊണ്ട്, ഇവിടെ പറയുന്നത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരവൻ നന്മ നൽകുന്നു, അതായത് കാരുണ്യം കാണിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ആരാണ് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടാൻ അള്ളാഹ് ഉദ്ദേശിച്ചവര് എന്നുള്ളതും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള യോഗ്യത ആർക്കാണ് എന്നുള്ളതും ഇത്തരം പ്രസ്താവനകൾക്ക് നേരെ മുകളിലോ താഴേക്കായിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ സമർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഒരൊറ്റ വചനം കൊണ്ട് ആശയത്തെ വായിച്ചു പോകരുത്. അതിന്റെ അപ്പുറത്തേക്ക് താഴെയും മുകളിലേക്കായിട്ട് അള്ളാഹ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആരാണ് അവന്റെ ശിക്ഷയ്ക്ക് ഉദ്ദേശിക്കപ്പെട്ട ആളുകള്, ആരാണ് അവന്റെ കാരുണ്യത്തിന് പാത്രമാകാൻ ഉദ്ദേശിക്കുന്ന ആളുകള്, ആ അള്ളാഹ് ഉദ്ദേശിച്ചവരുടെ ലിസ്റ്റിൽ പെടാനുള്ള യോഗ്യത എന്താണ്? അത് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ആരൊക്കെയാണോ നിഷേധിച്ചത്, ആരൊക്കെയാണോ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയത്, ആരൊക്കെയാണോ പ്രവാചകന്മാർക്കെതിരെ ഗൂഢമായ പ്രവർത്തനങ്ങളുമായിട്ട്, ഉപദ്രവങ്ങളും പീഡനങ്ങളുമായിട്ട് അവരെ നാട്ടിൽ നിന്ന് ആട്ടിയൊടിക്കാനുള്ള പണിയെടുത്ത് വന്നത്, ആരാണ് അക്രമം പ്രവർത്തിച്ചവര്, അവരൊക്കെ തന്നെ അള്ളാഹ് ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലിസ്റ്റിലാണ് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായും അള്ളാഹ് ഉദ്ദേശിച്ചവരെ ശിക്ഷിക്കുന്നു പറഞ്ഞാൽ അതിനാരാണോ പണിയെടുത്തവർ അവരെ അള്ളാഹ് ഉദ്ദേശിക്കുള്ളൂ. അതിന് പെടണോ പെടണ്ടേ എന്നുള്ളത് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഇഖ്തിയാർ ബോധം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഖദർ ഖളാഇനൊക്കെ മനസ്സിലാക്കുന്നിടത്ത് ഒരു അപജയം, ഒരു പരാജയം സംഭവിച്ചതൊക്കെ ശരിക്കും ഇത്തരമുള്ള പ്രയോഗത്തിൽ നിന്നാണ്. അള്ളാഹ് ഉദ്ദേശിച്ചവരെ അവനെ നേരത്തെ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ള, അതങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ റഹ്മത്തിന്റെ കാര്യത്തിൽ അള്ളാഹിന്റെ റഹ്മത്തിന് പാത്രമാകുമെന്ന് അള്ളാഹ് ഉദ്ദേശിച്ചവരാരാ? അള്ളാഹിന്റെ ഉദ്ദേശം അതിങ്ങനെ മറച്ചു വെച്ചേക്കുന്നല്ല. അള്ളാഹ് ഉദ്ദേശിച്ചവരല്ലാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ ഇന്ന ആളുകൾ അള്ളാഹിന്റെ റഹ്മത്തിന് പാത്രമാകും. അവരാരാ? അവർ വിശ്വാസികളാണ്, അവർ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്, അവർ അള്ളാഹുവിന്റെ ദീനിനോട് മഹബത്ത് കാണിച്ചവരാണ്, അവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ തന്റെ ജീവിതത്തെക്കാൾ ചേർത്ത് വെച്ചവരാണ്. അവർ അള്ളാഹ് റഹ്മത്തിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നവരുടെ പട്ടികയിലാണുള്ളത്. ആ യോഗ്യത നേടിയവരാണ് അവര്. അതുകൊണ്ട് അവരുടെ കാര്യത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് നൽകും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹ് തോന്നിയതുപോലെ ഒരു കാരണമില്ലാതെ ഒരു ഉപാധിയും ഇല്ലാതെ അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല. ഇനി അങ്ങനെ സംഭവിക്കാനും പാടില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അത് അള്ളാഹുവിൻ്റെ നീതിബോധം, അവൻ അഹ്കമുൽ ഹാക്കിമാണ്, അവൻ ആദിലാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ നേർവിപരീതമായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുക. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ആകയാൽ അത് അള്ളാഹുവിൻ്റെ ആ ഗുണവിശേഷത്തിന് എതിരാകുമെന്നതിനാൽ ഇവിടെ നമ്മൾ കാര്യങ്ങൾ എങ്ങനെ വായിക്കുകയാണ് നല്ലത്. ആ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇലൈഹി തുഖ്ലബൂൻ, അവനിലേക്കാണ് മടക്കം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അള്ളാഹിന്റെ റഹ്മത്ത് നൽകാൻ ആർക്കൊക്കെയാണോ ഉദ്ദേശം, അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവരും, അള്ളാഹിന്റെ ശിക്ഷ കൊണ്ട് ആരെയാണ് അള്ളാഹ് ഉദ്ദേശിച്ചത് അവരൊക്കെ തന്നെ അള്ളാഹിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ്. അതായത്
അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയോ അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് വിസ്മരിച്ചു പോകുമെന്നൊരു സംഗതിയോ ഒരിക്കലും സംഭവിക്കുകയില്ല. തീർച്ചയായും ഈ 2 വിഭാഗം ആളുകളും അള്ളാഹുലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നുള്ള തീർച്ചപ്പെടുത്തൽ. ഈ 2 വിഭാഗക്കാരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണല്ലോ മനുഷ്യന്മാരുണ്ടാവുക, അതിൻ്റെ അപ്പുറത്ത് മൂന്നാമത്തെ ഒരു വിഭാഗമല്ല. ആകയാൽ ഈ 2 വിഭാഗക്കാരും അള്ളാഹിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നവർ തന്നെയാണെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ പരാമർശം. ഇലൈഹി തുഖ്ലബൂൻ. അല്ലാഹു അലം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.